ശ്രീനീഷിന് എന്നോട് മനസ്സ് നിറയെ വെറുപ്പാന്ന് എനിക്കറിയാം. ഞാനൊരിക്കലും നന്ദിതയെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. ഞങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറായതാണ്. വീട്ടിലെ കാര്യങ്ങൾ ശ്രീനീഷിന് അറിയാലോ. എല്ലാത്തിൻ്റെ കടിഞ്ഞാൻ ഗിരിയേട്ടന്റെ കയ്യിലാ. പക്ഷേ ഇത്രയും നാളത് ഞങ്ങളെ വ്യക്തിപരമായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ എത്തിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ഗിരിയേട്ടൻ ആളാകെ മാറി. സ്വന്തം താല്പര്യങ്ങളും ഈഗോയും ഏട്ടൻ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. എന്റെ ജീവിതം ഞാൻ ഗിരിയേട്ടന്റെ ഇഷ്ടത്തിനല്ലല്ലോ ജീവിക്കേണ്ടത്. എന്റെ ഇഷ്ടത്തിനല്ലേ ജീവിക്കേണ്ടത്. എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനോടൊപ്പമല്ലേ ജീവിക്കേണ്ടത്. അതുപോലെ ഓർക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ഗിരിയേട്ടൻ എങ്ങനെ കഴിഞ്ഞുവെന്ന് എനിക്കും അമ്മയ്ക്ക് എപ്പോഴും പിടികിട്ടിട്ടില്ല. ഏട്ടന്റെ ഇങ്ങനെ ഒരു മുഖം ഇന്ന് വരെ ഞങ്ങളാരും കണ്ടിട്ടില്ല ശ്രീ. ചില കാര്യങ്ങളിൽ ഏട്ടൻ പിടിവാശിക്കാരനാണെന്ന് പണ്ടേ ഞങ്ങൾക്കറിയായിരുന്നു. പക്ഷെ ഇതല്പം കടന്നുപോയി. പക്ഷെ എന്റെ ജീവിതം ഞാൻ ആർക്കും അടിയറവ് വെച്ചിട്ടില്ല, വെക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്റെ തീരുമാനത്തിൽ ഇപ്പോഴും മാറ്റമില്ല. ഏട്ടൻ പറയുന്നതനുസരിച്ച് നട്ടല് വളയ്ക്കാനും എന്നെ വിശ്വസിച്ച പെണ്ണിനെ തള്ളി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ഒരു താൽക്കാലിക തടസ്സം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇനി അഥവാ ഗിരിയേട്ടൻ സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാലും ലോകത്ത് ആരെതിർത്താലും നന്ദിതയെ ഞാൻ കല്യാണം കഴിച്ചിരിക്കും. അതെന്റെ ആഗ്രഹമാണ്, എന്റെ ആവശ്യമാണ്. ഇനി അതിന്റെ പേരിൽ ഗിരിയേട്ടൻ എന്നെ തള്ളി പറഞ്ഞ ഒരുപക്ഷെ എല്ലാം ഇട്ടെറിഞ്ഞ് എനിക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വരുമായിരിക്കും. എനിക്ക് ഒന്നെന്നൊരു ജീവിതം കെട്ടിപ്പിടിക്കേണ്ടി വന്നാലും ശരി, ഞാൻ നന്ദിതയെ കല്യാണം കഴിച്ചിരിക്കും. ഇതെന്റെ വാക്കാ. നമ്മൾ വിചാരിക്കാത്ത വഴിക്കൊക്കെയാ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആകുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും. നന്ദു, നീ ഇങ്ങനെ കരയരുത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. കരയാതെ. നിനക്കറിയോ, സത്യം പറഞ്ഞ ഈ സംഭവിച്ചതെല്ലാം കൂടുതൽ നന്നായേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമ്മർദ്ദം കൂടി ഇതോടെ ഗിരിയുടെ മേൽ വീണ് കഴിഞ്ഞു. ഈ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ചിന്തിക്കാതിരിക്കാൻ ഇനി അവന് പറ്റത്തില്ല. കഴിയും വിധത്തിലെല്ലാം 4 വശത്തു നിന്നും ഗിരിയെ ഞാൻ സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ തുടർന്നാൽ നമ്മൾ ജയിക്കും മോളെ. അത് കാണാൻ എന്റെ അമ്മയും കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇതൊന്ന് കുടിച്ചേ, മൊത്തത്തിലൊന്ന് തണുക്കട്ടെ. എങ്ങനെ തണുക്കാനാണ് സ്നേഹ? കാര്യങ്ങൾ ഇത്രത്തോളം വഷളാകുമെന്നോ ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടാകുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മോളെ. നന്ദു, അവൾ എന്തിനാണ് ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എടാ, നീ കാരണം നിന്റെ കുടുംബത്തില് ബാക്കി എല്ലാവരുടെ ജീവിതത്തിലും സംഭവിച്ചതൊക്കെ അപ്രതീക്ഷിതമായിരുന്നല്ലോ ഗിരി. ജോൽസിനെ വിളിച്ച് മുഹൂർത്തം കുറിപ്പിച്ച ഒരു കല്യാണം, അത് അവസാന നിമിഷത്തിൽ മുടങ്ങിപ്പോകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? എടാ, ഞാൻ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ എന്താണ് കാരണമെന്ന് നിങ്ങൾക്കെങ്കിലും നന്നായിട്ട് അറിയാമല്ലോ. എടാ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വർത്തമാനം? അങ്ങനെ കാര്യങ്ങൾ ഞങ്ങള് മാത്രം അറിഞ്ഞോണ്ട് എന്താ പ്രയോജനം ഗിരി? അതുകൊണ്ടല്ലേ സംഭവിച്ച എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നിന്റെ തലയിൽ മാത്രം ഇരിക്കുന്നേ. ഇപ്പൊ തന്നെ നോക്ക്, സുമിതയുടെ വീട്ടില് അത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും ഗിരി ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഗിരിയെ കുറിച്ച് അവരെന്തായിരിക്കും വിചാരിക്കുക?
സംഭവം അറിഞ്ഞ് സുമിത ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ ഞാനും അവളുടെ കൂടെ പോകാൻ തയ്യാറായതാണ്. പക്ഷേ സുമി നിക്ക്, ഒരു 5 മിനിറ്റ് ഞാനും കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട, ഗിരി വരണ്ട. അതെന്താ സുമി നീ അങ്ങനെ പറയുന്നത്? വേറൊന്നും കൊണ്ടല്ല ഗിരി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗിരി അങ്ങോട്ടേക്ക് വന്നാ അതൊട്ടും നന്നാവില്ല. അതെന്തുകൊണ്ടാണെന്ന് ഗിരിക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഗിരി പറഞ്ഞൊക്കെ ശരി തന്നെയാ. ഗിരിയുടെ നല്ലതിനെ കരുതി തന്നെയാണ് സുമി ഗിരിയോട് ആശുപത്രിയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത് കേട്ട് ഗിരി പോവാതിരുന്നത് മോശമായി പോയി. നിങ്ങളും കൂടെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. ആകെ ഒരു ആശ്വാസത്തിനാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയ പിന്നെ എങ്ങനെയാ? ഞാൻ ആശുപത്രിയിലേക്ക് ചെന്നാ അത് അവർക്കാർക്കും ഇഷ്ടമാവില്ലെന്നാ സുമി പറഞ്ഞത്. അതാ ഞാൻ പോകാണ്ടിരുന്നത്. ഗിരിക്ക് ആശുപത്രിയിൽ വെച്ചൊരു പ്രശ്നം വരണ്ട എന്ന് കരുതിയ സുമിത അങ്ങനെ പറഞ്ഞത്. പക്ഷെ ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുന്ന സുമിയുടെ അമ്മയെ കാണാൻ ഒരു മരുമകൻ എന്ന നിലയിൽ നീ പോകണമായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണക്കാരൻ നീയല്ലേ? സുമിയുടെ കൂടെ ഗിരി ആശുപത്രിയിലേക്ക് പോവാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. ഇടിച്ചു കയറി ഗിരി പോണായിരുന്നു. സുമിതയുടെ വീട്ടുകാരുടെ മുന്നില് ഇപ്പൊ ഗിരിയുടെ സ്ഥാനം ഒരു വില്ലന്റേതാണ്. ഇപ്പോഴത്തെ അവസ്ഥയില് സുമിതയുടെ വീട്ടുകാര് എങ്ങനെയൊക്കെ പ്രതികരിച്ചാലും അതൊക്കെ കേൾക്കാൻ നീ ബാധ്യസ്ഥനാണ്. ഒന്നുമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം നിനക്ക് തന്നെയല്ലേ ഗിരി? എടാ, എന്ത് ധാർമ്മിക ഉത്തരവാദിത്വം? സുമിതയുടെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നതിന് ഞാൻ എന്ത് പഴിച്ചു? ഗിരിയുടെ അനിയൻ കാരണം ഗർഭിണിയായ അവരുടെ മകളുടെ കല്യാണം മുടക്കിയത് ഗിരിയല്ലേ? അതുകൊണ്ടല്ലേ നന്ദിത ആത്മഹത്യക്ക് ശ്രമിച്ചത്? അതുകൊണ്ടല്ലേ സുമിതയുടെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നത്? അപ്പൊ പിന്നെ പരോക്ഷമായിട്ടെങ്കിലും ഇതിന്റെയൊക്കെ കാരണക്കാരൻ ഗിരി തന്നെയല്ലേ? ആ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗിരിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊരുമാതിരി ആടിനെ പട്ടിയാക്കുന്ന അവസ്ഥയായി പോയി കേട്ടോ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതിപ്പോ പടവേടിച്ച് പന്തളത്ത് ചെന്നപ്പം പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായല്ലോ. ഗിരി, നിന്നെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയതല്ല. കാര്യങ്ങളുടെ ഗൗരവം നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്തിയെന്നേ ഉള്ളൂ. തെറ്റ് പറ്റുന്നതൊക്കെ മനുഷ്യ സഹജാണ് ഗിരി. അത് തിരുത്തുന്നിടത്താണ് നമ്മളൊക്കെ വലുതാവുന്നത്. എന്തായാലും ശരി, കുടുംബത്തിലാകെ അസ്വസ്ഥത ഉണ്ടാക്കിയ ഈ തെറ്റ് നീ തിരുത്തുക തന്നെ വേണം. ഇതൊരു ഒളിച്ചോട്ടായി പോയി ഗിരി. എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടായാലും ശരി, ആശുപത്രിയിൽ പോയി സുമിതയുടെ അമ്മേനെ കാണണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി സുമിത അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി നീ ആശുപത്രിയിൽ പോകാതിരിക്കരുത്. എന്റെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും കൂടുതൽ ബുദ്ധിമുട്ടണമെന്നില്ല. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് നല്ല തിരിച്ചറിവുണ്ട് എനിക്ക്. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ബൈ. എടുത്ത ഭാരിച്ച തീരുമാനങ്ങളുടെ പേരിൽ ഗിരിക്ക് ചെറിയ തോതിലെങ്കിലും കുറ്റബോധം ഉണ്ടല്ലേക്കൂ. പറഞ്ഞു മനസ്സിലാക്കി അവനെ തിരുത്തിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഈ കല്യാണം മുടങ്ങിയതിന്റെ പേരിൽ അവൻ നന്നായി അനുഭവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ കഷ്ടമാണ് അവന്റെ ജീവിതം. പാവം, ആ തടി മാത്രമേ ഉള്ളൂ. ഉള്ളു മുഴുവൻ പഞ്ഞിക്കായ പോലെ ലൈറ്റാ. അതൊന്നും ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അത്രയും വലിയൊരു അന്യായമാ നിങ്ങൾ എന്റെ കുടുംബത്തോട് ചെയ്തത്. ന്യായവും അന്യായവും ചെയ്യാൻ ഇതല്ലല്ലോ ശ്രീനിഷ അവസരം. ഞാൻ വന്നത് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന്. മതിയാക്കാനല്ല ഞാൻ പറഞ്ഞേ. ഇവിടെ നിന്ന് അധികം പ്രസംഗിക്കണ്ട. ഇനി നിങ്ങൾ ഇവിടെ അധികം നിന്നാ
കാര്യങ്ങൾ വല്ലാതെ മോശമോ അതിനുള്ള ഇട വരുത്തരുത്. ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നാണം കെടാൻ പോകുന്നതേ ദ ഗ്രേറ്റ് ഗിരിധർ നമ്പ്യാര് മാത്രമായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ശ്രീ പ്ലീസ്. ഇത്രയൊക്കെ ആയിട്ടും ചേച്ചിക്ക് മതിയായില്ലേ? അച്ഛാ, നിക്ക്. ഒരടി ഇനി നിങ്ങൾ മുന്നോട്ട് വെച്ചു പോരുത്. ക്ഷമിക്കണം, ഞങ്ങളെല്ലാവരും എല്ലാ രീതിയിലും തകർന്നിരിക്കുകയാണ്. കൂടുതൽ ദ്രോഹിക്കരുത്, അപേക്ഷയാണ്. അച്ഛാ, ഞാൻ ഇതൊരു ആശുപത്രിയാണ്. കൂടുതൽ ബഹളത്തിന് നിൽക്കാതെ ഗിരി ഇപ്പൊ പോണം. ഈ കുഞ്ഞു പെങ്ങൾ എന്ത് പറഞ്ഞാലും നടത്തി തരുന്ന വലിയേട്ടൻ എനിക്ക് വേണ്ടി ഈ കാര്യം കൂടി ചെയ്തു. മോനെ, എന്തു പറ്റി മോനെ? നീ ആകെ ക്ഷീണിതനാണല്ലോ. ഏയ്, നിനക്കെന്ത് സുഖമില്ലേ? തലവേദനയുണ്ടോ? വേദന എന്റെ ശരീരത്തിനല്ല അച്ഛമ്മേ, മനസ്സിനാണ്. നീ ഇന്ദിരയെ കാണാൻ ആശുപത്രിയിലേക്ക് പോയോ? പോയിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. അതെന്താ? നമ്മൾ അധികപ്പറ്റാവുമെന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്തേക്ക് ഒരിക്കലും വലിഞ്ഞു കയറി ചെല്ലരുത്. ഇത്രയും കാലമായിട്ട് ഞാനത് പഠിച്ചിട്ടില്ല. അത് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ഇല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച പോലൊരു ദുരന്തം എല്ലാവർക്കും പറ്റുവച്ചമ്മേ. നമ്മൾ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന പലരും പുറമേ കാണുന്ന പോലെ അല്ല അച്ഛമ്മേ. ആശുപത്രിയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോനെ? ആശുപത്രിയിൽ ഒരു പ്രശ്നമില്ല. അവിടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നോക്കാൻ സുമിതയും ബന്ധുക്കളും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് പോകണ്ടായിരുന്നു. എനിക്കവിടെ എന്താ കാര്യം? ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച വഴിക്ക് തന്നെ നടക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ ഒരർത്ഥമില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നമ്മുടെ ശരികൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് തെറ്റുകളായിരിക്കും. നമ്മൾ ആ ശരിയിൽ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മളെല്ലാവരുടെയും മുന്നിൽ മോശക്കാരായിക്കൊണ്ടേയിരിക്കും. അതൊക്കെ പോട്ടെ. നമ്മുടെ ശരികൾ നമുക്ക് വേണ്ടപ്പെട്ട വേറെ ചിലരെയെങ്കിലും വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് സങ്കടം. അതാണ് ഇപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഇന്നോളം നീ വിശ്വസിച്ചിരുന്നതൊക്കെ കള്ളങ്ങളും പൊയ്മുഖങ്ങളും ആയിരുന്നെന്ന് നീ തിരിച്ചറിയുന്ന ഒരു നിമിഷം നിന്റെ ജീവിതത്തിൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. കള്ളത്തരങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ചീട്ടുകൊട്ടാരത്തിലായിരുന്നു നീ ഇത്രയും കാലം ജീവിച്ചത്. ഇപ്പം ആ കൊട്ടാരം തകർന്ന് നിന്റെ ചുറ്റും കിടപ്പുണ്ട്. യുദ്ധത്തിൽ തോറ്റുപോയൊരു പടനായകന്റെ അവസ്ഥയിലാണ് അച്ഛമ്മേ ഞാനിപ്പോ.
എൻ്റെ മുന്നിൽ ഇപ്പോൾ 2 വഴികൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ശത്രുവിൻ്റെ മുന്നിൽ അടിയറവ് പറയുക, അല്ലെങ്കിൽ പോരാട്ടം തുടരുക. മോനെ, നീ രണ്ടാമത്തേത് ചെയ്യുന്നതാണ് അച്ചമ്മക്കിഷ്ടം. ഇനി അവസാനമായി എൻ്റെ ആവനാഴിയിൽ ഞാൻ കാത്തുവച്ചൊരു ബ്രഹ്മാസ്ത്രം ഉണ്ടായിരുന്നു. ഡോക്ടർ ഹാഷിം ഹുസൈൻ അയാളെ ഏൽപ്പിച്ച പഴയ കണക്കുകളുടെ ഒരു ഡയറി. എന്നിട്ട് അതിപ്പോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അച്ചമ്മേ. ചുറ്റും നിൽക്കുന്ന ശത്രുക്കളുടെ നടുവിൽ നിരായുധനായി നിൽക്കുകയാണ് ഇപ്പൊ ഞാൻ അച്ചമ്മേ. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. നീ തോറ്റതല്ല മോനെ, നിന്നെ തോൽപ്പിച്ചതാ. അതാരാണെന്നും എന്തിനാണെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ എല്ലാത്തിനുമിടയിൽ പെട്ടുപോയത് സുമിതയാണ് അച്ചമ്മേ. അവിടെയാണ് ഞാൻ കയ്യും കാലും കെട്ടിയ അവസ്ഥയിലായി പോകുന്നത്. ഞാനൊരു ഉറച്ച തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു അച്ചമ്മേ. ജീവിച്ചിരിക്കുന്ന എൻ്റെ അമ്മയോടും മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ ആത്മാവിനോടും ഞാൻ കാണിക്കുന്നത് നെറുകേടായിരിക്കും അതെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെ ജീവിക്കുന്ന സുമിതയെ ഓർത്ത ഞാനത് ചെയ്യുന്നത്. സാറിന് കഴിക്കാൻ അത്താഴം എടുത്ത് വെക്കട്ടെ അമ്മേ? അത്താഴം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചെന്നേ എല്ലാരെയും ഞാൻ വിളിക്കുന്നു എന്ന് പറ. ശരി സാറേ. ഡോക്ടർ, പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ അകത്ത് കയറി കാണാം. അച്ഛൻ ചെന്നോളൂ. അമ്മയ്ക്ക് അച്ഛനെ കണ്ട വലിയ ആശ്വാസവും. ഞാൻ നിങ്ങളെയൊക്കെ കാണണമെന്ന് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. നിതീഷിന്റെയും നന്ദിതയുടെയും വിവാഹ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതെന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ തീരുമാനങ്ങൾക്ക് എനിക്ക് എന്റേതായ ചില ന്യായങ്ങളുണ്ടായിരുന്നു. അത് ശരിയാണെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ ഞാനിപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഈ കല്യാണം നടക്കുന്നതിൽ എനിക്കിപ്പോൾ ഒരു എതിർപ്പുമില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഞാൻ ഒന്നിനും ഒരു തടസ്സമായിരിക്കില്ല. എന്റെ നന്ദു, അവളെവിടെ ചന്ദ്രേട്ടാ? അവൾക്കൊന്നും പറ്റിയില്ല. അവള് പുറത്തുണ്ട്. കുറച്ചു കഴിയുമ്പോ നിന്നെ കയറി കാണാൻ വരും. എന്നാലും അവൾ അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കാൻ പോയല്ലോ ചന്ദ്രേട്ടാ. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും. ചെയ്തു പോയ കാര്യത്തിൽ അവൾക്ക് നല്ല കുറ്റബോധമുണ്ട് ഇപ്പോ. നീ വിഷമിക്കണ്ട. അവൾ ഇനി അങ്ങനെ ഒന്നും ചെയ്യില്ല. എന്നാലും എന്റെ മോളുടെ കല്യാണം. അധികം സംസാരിക്കണ്ട. റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞത്. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യം ഒന്നും പറയണ്ട. മറ്റു കാര്യങ്ങളൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. നന്ദുവിന്റെ കാര്യത്തില് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ആദ്യം നീ ഒന്ന് സുഖപ്പെട്.
ഹലോ അച്ഛമ്മേ, മോളെ സുമി, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ആശുപത്രി തന്നെ ഉണ്ട് അച്ഛമ്മേ. തക്കടു ആശുപത്രിയിൽ വന്നിരുന്നു അല്ലേ? അല്ല മോളെ, അവിടെ വെച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായോ? എന്താ അച്ഛമ്മേ അങ്ങനെ ചോദിച്ചാ? അല്ല, ഗിരി ഇവിടെ എല്ലാവരെയും വിളിച്ച് അവന് കല്യാണത്തിന് എതിർപ്പില്ലാന്ന് പറഞ്ഞു. സത്യമാണോ അച്ഛമ്മേ പറയുന്നേ? നീ പറഞ്ഞ വിശ്വസിക്കില്ല മോളെ. എല്ലാ വാശിയും മാറ്റിവെച്ച് അവൻ ഈ കല്യാണത്തിന് സമ്മതം മൂളിയിരിക്കുന്നു.